എടി എടി എന്തൊക്കാ ഈ നിന്റെ ഡ്രസ് ഇസ്തിരി ഇട്ടില്ലേ? അതിക്കാ എനിക്ക് രാവിലെ നീച്ചപ്പോ നല്ല തലറ്റലുണ്ടായിരുന്നു. അപ്പൊ കാരണം എനിക്ക് നേരത്തെ നീക്കാനും പറ്റിയില്ല, പിന്നെ ഇസ്തിരി ഇടാനും എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ വേഗം അടുക്കളയിൽ കയറി ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നിക്കേ. ആ, വെറുതെ ഇരുന്ന് തിന്നല്ലേ, പ്രത്യേകിച്ച് ഒരു പണിയില്ലല്ലോ, അതാണ് തലറ്റലൊക്കെ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ, നേരം വൈകും ചെയ്ത്. അവനൊക്കെ നോക്കണ ഇന്നാ പറഞ്ഞാ മതി, ഞാൻ പോവാണ്. കുഞ്ഞോളെ, കുഞ്ഞോ, ആ എന്താടി പെണ്ണ ഇവിടെ ഇങ്ങനെ ഒച്ചയും വിളിയൊക്കെ കേൾക്കുന്നു രാവിലെ തന്നെ? രണ്ടാളും കൂടി തുടങ്ങിയിരിക്കണി എന്താണ്? ഞാനേ ഇന്ന് നീക്കാൻ കുറച്ച് നേരം വൈകി. അതിന് ഒരു സ്വസ്ഥത സമാധാനം തരുന്നില്ല എനിക്കിവിടെ. എന്ത് സമാധാനം ഓൻ എനിക്ക് ഇവിടെ തരാത്തപ്പോ നല്ല തലറ്റലായിരുന്നു. അപ്പൊ കാരണം കുറച്ചു നേരം കൂടി അവിടെ കിടന്നോന്ന് മാറിയിട്ട് നീക്കാലോന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ നീച്ചപ്പോ കൊറേ നേരം വൈകുന്നു. അങ്ങനെ ഞാൻ രാവിലെ എന്ത് ചെയ്ത്, രാവിലെ നീച്ചങ്ങാണ്ട് ഞാൻ അടുക്കളയെ ഒന്ന് ചായയും കടി ഉണ്ടാക്കി. ഇനിയിപ്പോ ഓല് പോകുമ്പോത്തിന് ഒരിക്കൽ ചായയും കടി ആക്കാലോ വിചാരിച്ചു. അപ്പൊ ഡ്രസ്സ് ഇസ്തിരി ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് തിരക്കും പടിയും കൂടുതൽ. ഒക്കെ ഉണ്ടാവടി, കുടുംബജീവിതം ആവുമ്പോ പല പ്രശ്നങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ നമ്മള് സഹിച്ചു നിക്കണം. നമ്മളല്ലെങ്കിലും പെണ്ണുങ്ങളല്ലേ, അപ്പൊ കുറച്ച് സഹിച്ചു നിൽക്കുകയൊക്കെ വേണം. പിന്നെ ഈ പെരന്റെ ഉള്ളിൽ ഒരു പണി എടുക്കണില്ല, വെറുതെ ഇരുന്ന് തിന്നാണ്, അങ്ങനൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓൻ അങ്ങനൊക്കെ പറഞ്ഞോ? പിന്നെ ഓനാത്ര ഈ പെരന്റെ ഉള്ളിലത്തെ പണികളൊക്കെ എടുക്കല്? ഓൻ അങ്ങനൊന്നും പറയാൻ പാടുണ്ടായിരുന്നില്ല. എന്തായാലും ഒക്കെ ശരിയാവൂടി, ഒക്കെ ശരിയാവും, ക്ഷമിക്ക. എന്തായാലും ഞാനത് ചെല്ലട്ടെ. ഞാൻ ഇവിടുത്തെ ഒച്ചയും വിളിയൊക്കെ എന്താന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. ആയിക്കോട്ടെ ട്ടാ. അത് എന്തേലും ആവശ്യം ഉണ്ടെങ്കിലേ ഇന്നെ വിളിക്ക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ എന്നോട് പറയാ. എന്നാ ശരി. ഈ എന്താടി ഇവിടെ വന്നിരിക്കണ്? അനക്ക് പെരന്റെ ഉള്ളിൽ ഒരു എനിക്ക് പണിയില്ലേ? തീരെ വയ്യ, നല്ല വയറ് വേദനിക്കുന്നുണ്ട്. എങ്ങനെ വയറുവേദന ഇല്ലായിരിക്കുക? ഏത് നേരം തീറ്റയല്ലേ? കണ്ടിയില്ല ഈ തടി ഇങ്ങനെ കൂടിങ്ങാണ്ട് വരുന്നത്? ഞാൻ തടി കൂടുന്നത് എന്റെ തെറ്റാണോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. പിന്നെ അന്റെ തെറ്റല്ലാതെ ഒരു പണിയെടുക്കാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നല്ലേ? എനിക്ക് വെയ്യായിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കാതിരുന്നത്. അല്ലെങ്കിലും നിങ്ങൾ അധികം പുറത്തുനിന്നല്ല ഭക്ഷണം കഴിക്കല്. ഒരു ദിവസം പുറത്തുനിന്ന് കഴിച്ചിട്ട് ഒന്നും വരൂലല്ലോ. ഈ ജോലിക്ക് പോകുമ്പോഴൊക്കെ പുറത്തുനിന്നല്ല കഴിക്കണ്. ഈ വീട്ടിൽ എനിക്കൊന്നും വെയ്യാതായ എന്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വയ്യ? ആ, ഇക്ക് പറ്റൂല, ഈ എന്നെ ഉണ്ടാക്കി തരണം. എനിക്ക് പീരിയഡ്സ് ആണ്, അതിന്റെ വേദന എനിക്ക്. അല്ലാതെ ഞാന് തടി കൂടിയിട്ടോ അല്ലാതെ വെറുതെ ഇരുന്ന് തിന്നിട്ടൊന്നുമല്ല എനിക്ക് ഈ വയറുവേദന. ഓ, അതാണ് കാര്യം. അതെല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതല്ലേ, പണിയെടുക്കാതിരിക്കാനുള്ള ഓരോരോ കാരണങ്ങളാണ് എനിക്ക്. എനിക്ക് എല്ലാ പെണ്ണുങ്ങളതും അറിയൂല, പക്ഷെ എനിക്ക് നല്ല വയറുവേദന ഉണ്ട്. എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുമായിരിക്കാരം, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഭർത്താക്കന്മാരും ഉണ്ടാവും. ഒരു നല്ലപോലെ ഒരു സ്നേഹത്തിലുള്ള ഒരു സംസാരം എന്നോട് സംസാരിക്കോ ഈ ഒരു സമയത്ത്? ദയവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കോ പ്ലീസ്. ഞാൻ ഒന്നും പറയണില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞത് അവൾക്ക് കൂടുതൽ. ഇങ്ങനെ തിന്ന് കൂറ്റം കൂത്തിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടേ വയറുവേദന മറ്റോ മറിച്ച് എന്നിട്ട് ഓരോരോ പേരും പറഞ്ഞിട്ട് ഇരിക്കോള്. എത്ര വെച്ചിട്ട് സഹിക്ക. എന്താ അടി, എന്താ കരയണ? ഈ രാവിലെ കണ്ടപ്പോ ഇത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്താ ഇപ്പൊ പിന്നെ ഉണ്ടായി? താത്ത നല്ല വയറുവേദന ഉണ്ട്, പീരിയഡ്സ് ആണ്. അപ്പൊ അതിന് കൊറേ തിരക്കും പാടിയും കൂടി ഒരു സ്വൈര്യം തരുന്നില്ല. എത്ര പണിയോളം എടുത്താലും അതിനൊരു കണക്കും കഴിയൂല. നമ്മള് പേരന്റെ ഉള്ളിൽ എന്ത് എടുത്തിട്ടും കാര്യമില്ല. ഒന്നിനും ഒരു പാത്തി ഇരുന്നാ പ്രശ്നം, ഒരു 5 മിനിറ്റ് ഇരുന്നാ പ്രശ്നം, ഒന്ന് കിടന്നാ പ്രശ്നം. അതൊക്കെ അമ്മായിമ്മമാരാണ് അതിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ഇരിക്കാനും നിൽക്കാനും പാടില്ല എന്നുള്ളതൊക്കെ. പക്ഷെ ഒരു പാത്തി ഇരിക്കാൻ പോലും ഇപ്പൊ ഒരു സമ്മതിക്കണില്ല. ഒരു പണിയെടുക്കണ പോലെ പണിയെടുക്കണം. നമ്മളെന്തേലും എടുക്കണേന് കണക്കും കയ്യുണ്ടോ? അതും ഇല്ല. നമ്മക്കാണെങ്കിൽ ശമ്പളം ഇല്ലാത്തൊരു പണി.
എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം എനക്ക്. ഇത് അതേപോലെ ഒന്ന് ചെയ്തു നോക്കി. ഈ ഒന്ന് പെരേക്ക് പോയിട്ട് കുറച്ച് ദിവസം ഒന്ന് അവിടെ നിൽക്കും, ഇങ്ങോട്ട് വരാതെ. അപ്പം താൻ എന്നെ വിളിച്ചിട്ടേ ഓൻ അങ്ങോട്ട് കൊടുന്നു. പിന്നെ എന്നോട് നല്ലപോലെ തന്നെ ഇക്കാരം പെരുമാറും. ഇത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. എന്തായാലും ഞാൻ വിചാരിക്കുന്നുണ്ട് പെരേക്ക് പോണെന്ന്. എന്തായാലും കുറച്ച് ദിവസം നിൽക്കും. ഒന്ന് ഒറ്റക്ക് ഒന്ന് പഠിക്കണത് നല്ലതല്ലേ എന്ന് ഞാനും വിചാരിക്കും. ഇപ്പൊ ഏതായാലും വയറുവേദന എന്നല്ല പറഞ്ഞേച്ചു, ഒന്ന് പോയിക്കൊന്ന് എന്റെ പെരേക്ക്. ഞാൻ പറഞ്ഞാന്നൊന്നും പറയണ്ട കേട്ടോ. ഇജ്ജ് പോയി നോക്ക്. ഓന്റെ ഇതെന്താന്നുള്ളതൊന്ന് നോക്കും ചെയ്യാം. ഞാൻ ഒന്ന് ഓനോട് സംസാരിക്കും ചെയ്യട്ടെ. എന്നാ നിങ്ങളൊന്ന് സംസാരിക്കൊണ്ടു. വിളിക്കോ നോക്കട്ടെ. ഇജ്ജ് പോയിട്ട് വിളിക്കൊണ്ടു ട്ടോ. ഇവിടെ എന്താ ആരും ഇല്ലേ? ആകെ ചപ്പും ചവറായിട്ടാണല്ലോ അമ്മരൊക്കെ കിടക്കണ്. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഉണ്ടായി. ഇന്ന് പണിക്ക് പോയിട്ടൊന്നും ഇല്ലേ? ഇല്ല താത്ത, എനിക്ക് വയറുവേദനയായിരുന്നു. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. ഫുഡ് പോയിസൺ ആണെന്നാ പറഞ്ഞു, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ. അല്ല, കുഞ്ഞോള് ഇവിടെ ഇല്ലേ? ഓളെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇല്ല, ഓള് പോയിട്ട് കുറച്ച് ദിവസം ആയിക്കണ്. ശരി. വെറുതെ അല്ല ഈ പെരന്റെ ഉള്ളൊക്കെ ഇങ്ങനെ കിടക്കണല്ലേ? പുറമൊക്കെ അടിച്ചവരായിട്ടൊക്കെ ഒരു ജാതിയായി കിടക്കണുണ്ട്. ഇപ്പൊ പണിക്കൊന്നും പോവാത്ത? ഞാൻ 2 ദിവസം ലീവ് എടുത്തതാ. അത് ശരി. ഓള് എന്നിട്ട് എന്നും ആയതാ? ഓള് ഇനി ഇപ്പടുത്തൊന്നും വരൂലേ? അപ്പൊ ഇനിയിപ്പോ ഈ പെരന്റെ ഉള്ളത്തെ പണികളൊക്കെ എടുത്തിട്ട് ആകെ കുഴഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഓളെന്നാ വരാന്നൊന്നും അറിയില്ല. ഞാൻ പറയണേല് എനക്കൊന്നും തോന്നരുത് ട്ടാ. ഇനിയിപ്പൊ ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത്. ഇല്ലേ താത്ത, നിങ്ങള് പറഞ്ഞോളേ. ഞാൻ കേക്കലുണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ. നേരെ വെളുത്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിയണുണ്ട്. എന്തിനാണ് ഈ ജോളെ നേരം ഇങ്ങനെ ഓരോന്ന് പറയണത്? എന്താ കുട്ടി എന്നെ കാട്ടിയത്? ഈ ഒറ്റയ്ക്ക് ഈ പെരന്റെ ഉള്ളത്തെ പണിയോളം എടുക്കണില്ല. അത് പോരാത്തതിന് കുട്ടികളെ നോക്കണില്ല. എന്നിട്ട് ഇനി പണിയോളൊന്നും ഇല്ല, അത് വെറുതെ ഇരുന്ന് തിന്നാണെന്ന് എന്തിനാ ഇങ്ങനെ പറയണത്? അതിനെ ഓള് ഇങ്ങനെ ഒരു പണിയോളം എടുക്കാതെ ഇങ്ങനെ ഇരിക്കല്ലേ? ഇതന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒറ്റക്ക് ഇതിന്റെ ഉള്ളത്തെ എല്ലാ പണിയോളും എടുക്കണുണ്ട്. പിന്നെ അതിന് വയ്യാതായാലൊക്കെ പിന്നെ എന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാ പറയാ? ഇപ്പൊ 3-4 ദിവസം മുന്നേ തന്നെ ഞാൻ കേൾക്കണുണ്ട് ഇജ്ജ് ഇങ്ങനെ പറഞ്ഞോൾക്ക് വയറുവേദനയാണ് എന്നൊക്കെ പറയുമ്പോ ചോളോട് ചൂടാവണുണ്ട്. അതൊക്കെ എന്തിനാടാ? ഞങ്ങള് പെണ്ണുങ്ങൾ ഈ പെരന്റെ ഉള്ളത്തെ ഈ പണിയോളും എടുക്കണം, കുട്ടികളെയും നോക്കണം, ഒക്കെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ? അതിന്റെ ഇടയിൽ ഈയും കൂടി ഇങ്ങനെ ഓളെ കുറ്റപ്പെടുത്തുമ്പോളോ? ഈ അല്ലാതെ വേറെ ആരാ പോക്കുള്ളത്? നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, പറ്റിപ്പോയതാണ്. ഓളിങ്ങനെ ഓരോന്നിങ്ങനെ ഇരുന്ന് കാട്ടണേ. ജോളോട് വരാൻ പറഞ്ഞാളാ. അധികം ദിവസം ഒന്നും ഓൾ അങ്ങനെ നിക്കലില്ലല്ലോ പോയിട്ട്. ഇന്നിപ്പോ എന്താണാവോ അധികമൊക്കെ നിക്കണേ. ജോളോട് എന്തായാലും വരാൻ പറഞ്ഞോക്ക്. വരുമെന്ന് അറിയാലോ. പിന്നെ ഇനിയിപ്പോ ഒരു പണിക്കാരത്തിനെ നിർത്തണമെങ്കിൽ തന്നെ എത്ര ഉറുപ്പ്യ വേണം? ഒരു 10-15 ഉറുപ്പ്യ എന്തായാലും കൊടുക്കണം. ആ പരിഭവം ഒന്നും പറയാതെ ആ പാവ ഈ പെരന്റെ ഉള്ളത്തെ പണികളൊക്കെ എടുക്കണില്ലേ? എന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്താ? ഞങ്ങൾക്ക് കൂലി എന്തെങ്കിലും കിട്ടണുണ്ടോ? ഈ പെരന്റെ ഉള്ളത്തെ പണികൾ എടുത്തിട്ട് നിങ്ങൾ പുറത്ത് പോയി പണികൾ എടുത്താൽ അതിന് നല്ല പൈസയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണില്ലേ? അതിന് ഞങ്ങൾ ആരോടേലും പരിഭവം പറയണ്ടോ? ഇനി ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടരുതിട്ടാ. നബീസാത്ത പറഞ്ഞു എന്നുള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറന്നാളാ. ഞാൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാളാ. അങ്ങനൊന്നുമില്ല നബീസാത്ത. എന്നാ ഞാനങ്ങോട്ട് പോട്ടെട്ടോ. ഒക്കെ കുറച്ച് പണികളുണ്ട്. ഞാൻ ഓള് വന്നിട്ടുണ്ടാവും വെച്ചിട്ടാ ഞാൻ അങ്ങോട്ട് വന്നത്. ഞാൻ പോയോക്കട്ടെ. ആയിക്കോട്ടെ. ഹലോ ഇക്ക, എന്താ നിങ്ങള് വിളിച്ച്? എന്താ എന്റെ പാട്? എനിക്ക് സുഖല്ലേ? സുഖാണ്. എന്താ നിങ്ങള് എന്നുമില്ലാത്തൊരു ചോദ്യമൊക്കെ ഇപ്പൊ? എന്താ പറ്റി? ഒന്നല്ല, എന്റെ വയറുവേദന ഒക്കെ മാറിയോ? എന്താ ഭേദമുണ്ടോ? അത് മാറി, കുഴപ്പമൊന്നുമില്ല. ഞാനേ അന്നെ പറഞ്ഞതിലൊക്കെ സോറിട്ടാ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നത്. നിങ്ങൾ എന്തിനാ സോറി ഒക്കെ പറഞ്ഞത്? സാരമില്ല, കുഴപ്പമില്ല ഇക്ക. ഞാൻ വരാം. ഞാൻ എന്നെ കൊണ്ടുവരാൻ വരട്ടോ.